ബിഗ് ബോസ് സീസൺ 6 പ്രേക്ഷകർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കോംബോ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അർജുൻ ശ്രീതു കോംബോ ആണ്. പ്രേക്ഷകർ ഏറ്റെടുത്തിട്ടുള്ള ഒരു കോംബോ. അവിടെ മറ്റു കോംബോ ഉണ്ടായിരുന്നെങ്കിലും അതിന് ഓപ്പോസിറ്റ് വന്ന ഒരു കോംബോ, ശ്രീതുവും അർജുനും തമ്മിലുള്ള ആ ഒരു കോംബോ പ്രേക്ഷകർ ഏറ്റെടുത്തിരുന്നു. പക്ഷെ അവരൊരിക്കൽ പോലും പ്രണയമാണ്, ഞങ്ങൾ തമ്മിൽ പ്രണയമുണ്ടെന്ന് ഒന്നും പറഞ്ഞിട്ടില്ല. അവിടെ അർജുൻ തീർത്തും പറഞ്ഞിട്ടുണ്ട് നല്ല ഫ്രണ്ട്സ് ആണ് എന്ന്. പക്ഷേ പ്രേക്ഷകർക്ക് അവർ ലവേഴ്സായിട്ടും അവരെ നല്ലൊരു പക്ഷേ പ്രേക്ഷകർക്ക് അവർ നല്ലൊരു കോംബോ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അവർ തമ്മിൽ പ്രണയിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന പ്രേക്ഷകരുണ്ട്, ഒക്കെ ഉണ്ട്. അത് പ്രേക്ഷകരുടെ താല്പര്യത്തിനനുസരിച്ചാണ്. ആ കോംബോ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്, ഇഷ്ടപ്പെടാത്തവരുമുണ്ട്. പക്ഷേ അർജുനും ശ്രീതുവിന്റെയും പേരൻസിനെ ഒരുമിച്ചാണ് ഇന്ന് വീട്ടിലേക്ക് കൊണ്ടുവന്നത്. അവിടെ അങ്ങനെ ഒരുമിച്ച് കൊണ്ടുവരുന്ന സമയത്ത് പ്രേക്ഷകർ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം, ബിഗ് ബോസും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കാം എന്താണ് ഇവർക്കിടയിൽ സംഭവിക്കുന്നത് എന്നറിയാനായിട്ട്. പക്ഷെ സംഭവിച്ചത് നേരെ വിപരീതമാണ്. അർജുന്റെ ഫാമിലിയുമായിട്ട് സംസാരിക്കാൻ പോലും ശ്രീതുവിന്റെ ഫാമിലിയിൽ നിന്ന് വന്ന അമ്മയ്ക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. ശ്രീതുവിന്റെ മമ്മി മാത്രമേ വന്നിരുന്നുള്ളൂ. മമ്മി ഒട്ടും അവിടെ അർജുന്റെ അടുത്ത് സംസാരിക്കുകയോ അർജുന്റെ ഫാമിലിയുടെ അടുത്ത് സംസാരിക്കുകയോ ഒന്നും ചെയ്തില്ല. പലതവണ അർജുന്റെ അമ്മയാണെങ്കിലും സിസ്റ്റർ ആണെന്നുണ്ടെങ്കിലും വന്ന് സംസാരിക്കാനായിട്ട് തുനിഞ്ഞ സമയത്തും അവിടെ താല്പര്യമില്ലാത്ത പോലെയാണ് ശ്രീതുവിന്റെ അമ്മ പെരുമാറിയത്. അവിടെ ലാസ്റ്റ് പോകുന്ന സമയത്താണെങ്കിലും അർജുൻ വന്ന് ജസ്റ്റ് ഒന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, നന്നായി കളിക്കൂ എന്ന് മാത്രമാണ് അവിടെ ശ്രീതുവിന്റെ മമ്മി അർജുന്റെ അടുത്ത് മറുപടി പറഞ്ഞത്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്കിടയിൽ ഇപ്പോൾ ശ്രീതുവിന്റെ മമ്മിക്ക് പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള ഒരുപാട് കമന്റുകൾ വരുന്നുണ്ട്. പോസിറ്റീവ് കമന്റുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയായിരിക്കണം മമ്മി ഇങ്ങനെ വേണം മകളെ ഉപദേശിക്കാനായിട്ട്, അങ്ങനെ വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് കുറേ പോസിറ്റീവ് കമന്റുകൾ വരുന്നത്. അതുപോലെ തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കമന്റുകൾ വരുന്നുണ്ട്. അവർ തമ്മിലവിടെ പ്രണയത്തിലൊന്നുമല്ലല്ലോ, ജസ്റ്റ് ഒരു ഫ്രണ്ട്സ് മാത്രമാണ്. ആ ഫ്രണ്ട്ഷിപ്പിനെങ്കിലും വാല്യൂ കൊടുത്തുകൊണ്ട് ആ ഒരു ഫാമിലിയുടെ അടുത്തെങ്കിലും സംസാരിക്കാനും അർജുൻ്റെ അടുത്ത് ജസ്റ്റ് ഒന്ന് സംസാരിക്കാനും അവിടെ മമ്മി മുദ്രണമായിരുന്നു എന്നുള്ളതാണ് കുറേ പേര് പറയുന്ന ഒരു കാര്യം. ഇങ്ങനെ അവോയ്ഡ് ചെയ്യേണ്ട ആവശ്യകത എന്തായിരുന്നു? അതിന് തമ്മിൽ അങ്ങനെയുള്ള ഒരു ബാഡ് റിലേഷൻഷിപ്പ് ഒന്നും അവർക്കിടയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. നല്ല ഫ്രണ്ട്സിനെ പോലെ അവർ സംസാരിക്കുന്നു എന്നല്ലാതെ അതിന് മാത്രം ഇത്ര അകറ്റി നിർത്താൻ മാത്രം, അല്ലെങ്കിൽ ഇത്ര ഇഷ്ടക്കേട് കാണിക്കാൻ മാത്രം എന്തിരിക്കുന്നു എന്നാണ് ഒരു കൂട്ടർ വിഭാഗം ചോദിക്കുന്നത്. എന്തായാലും അവിടെ ശ്രീതുവിന്റെ മമ്മി എന്തോ അറിയില്ല, എല്ലാവരുടെ അടുത്തും അങ്ങനെ കൂടുതലായിട്ട് സംസാരിച്ചിട്ടൊന്നുമില്ല. ഇപ്പൊ അർജുന്റെ ഫാമിലിയോടൊന്നല്ല, ആരുമായിട്ടും കൂടുതലായിട്ട് സംസാരിച്ചിട്ടൊന്നുമില്ല. അവിടെ മകളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ടാണ് കൂടുതൽ സമയം ചെലവഴിച്ചത്. പിന്നെ അർജുന്റെ ഫാമിലി ഇങ്ങോട്ട് വന്നപ്പോൾ പോലും കൂടുതൽ സംസാരിക്കാനായിട്ട് തയ്യാറായില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ആ ഒരു പ്ലാറ്റ്ഫോമിൽ വെച്ച് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവുന്നതൊക്കെ സാധാരണയാണ്. ആ ഫ്രണ്ട്ഷിപ്പിനെ മാനിച്ചുകൊണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് സംസാരിക്കാമായിരുന്നു എന്ന് തോന്നുന്നതിൽ തെറ്റില്ല. ശ്രീതുവിന്റെ അടുത്ത് പലതവണ പറയുന്നുണ്ടായിരുന്നു രാത്രി ഇരുന്ന് സംസാരം വേണ്ട എന്നുള്ളത്. അർജുനുമായിട്ടുള്ള ആ ഒരു കോംബോ ഇനി പിടിക്കരുത് എന്നുള്ള സൂചനയും മമ്മി നൽകുന്നുണ്ടായിരുന്നു. അപ്പോൾ മമ്മിയുടെ ഇഷ്ടക്കേടാണ് അവിടെ കാണാനായിട്ട് സാധിച്ചത് എന്നാണ് പറയുന്നത്. അവിടെ മമ്മിക്ക് അവിടെ അർജുനോടുള്ള ഇഷ്ടക്കേട് തന്നെയാണ് അർജുൻ്റെ അടുത്ത് സംസാരിക്കാത്തതും അർജുൻ്റെ ഫാമിലിയുടെ അടുത്ത് സംസാരിക്കാത്തതും എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്ന ഒരു കാര്യം. കാണുന്ന പ്രേക്ഷകർക്ക് അങ്ങനെ തോന്നിയാൽ തെറ്റ് പറയാനായിട്ട് സാധിക്കില്ല. മമ്മി വന്ന് പറയുന്നത് അങ്ങനെയാണ്. എന്തായാലും അർജുൻ്റെ ഫാമിലിയും മമ്മിയാണെങ്കിലും സിസ്റ്റർ ആണെന്നുണ്ടെങ്കിലും വളരെ ഹാപ്പി ആയിട്ട് എല്ലാവരായിട്ടും മിങ്കിൾ ചെയ്യുകയും അത്രയും ഹാപ്പി ആയിട്ടാണ് അവിടുന്ന് പോയതെങ്കിൽ അവിടെ ശ്രീധുവിന്റെ മമ്മി ആരുമായിട്ടും മിങ്കിൾ ആവാതെ മകളോട് മാത്രം ഇന്റിമസി കാണിച്ചുകൊണ്ട് പിരിഞ്ഞു പോകുന്നതാണ് നമുക്കവിടെ കാണാനായിട്ട് സാധിച്ചത്.